ലോക ജനസംഖ്യയുടെ 30%-നും ഇന്ന് ഫാറ്റി ലിവർ എന്ന രോഗാവസ്ഥ ബാധിച്ചിരിക്കുന്നു എന്നാണ് കണക്ക്. ആജീവനാന്ത ചികിത്സയാണ് ഇതിന് പൊതുവെ ഡോക്ടർമാർ നിർദ്ദേശിക്കാറുള്ളത്. എന്നാൽ യൂറിൻ തെറാപ്പി ചെയ്ത പലരും തങ്ങളുടെ ഫാറ്റി ലിവർ പ്രശ്നം പൂർണ്ണമായി സുഖപ്പെടുകയും അതിനുള്ള മരുന്നുകളെല്ലാം നിർത്തുകയും ചെയ്തിരിക്കുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. എന്താണ് ഇതിന് പിന്നിലെ ശാസ്ത്രം എന്നൊന്നും രോഗികൾക്കറിയില്ലെങ്കിലും തങ്ങൾക്ക് ഫലം സിദ്ധിക്കുന്നു എന്നതാണ് അവരെ സംബന്ധിച്ച് പ്രധാനം. പൊതുവെ പറഞ്ഞാൽ മൂത്രത്തിൽ നമ്മുടെ രക്തത്തിലുള്ള മിക്കവാറും എല്ലാ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. ഹോർമോണുകളും എൻസൈമുകളും വിറ്റാമിനുകളും ധാതുലവണങ്ങളും ആൻറ്റിബോഡികളും മൂലകോശങ്ങളും എല്ലാം അടങ്ങിയതാണ് നമ്മുടെ മൂത്രം. സൗത്ത് കൊറിയയിലെ ശാസ്ത്രജ്ഞരായ ജാങ് ഹ്യൂൻ ചോയ്, ഹ്വാ യങ് യൂൻ, നെയോങ് ഹ്വാ പാർക്ക് എന്നിവർ അടുത്ത കാലത്ത് കണ്ടെത്തിയത് ഫാറ്റി ലിവർ രോഗത്തിന് കാരണമായ മൈക്രോ RNA 93 എന്ന ഘടകത്തെ അടിച്ചൊതുക്കാൻ വിറ്റാമിൻ B3 അഥവാ നിയാസിന് കഴിയുമെന്നാണ്. 1937 കോൺറാഡ് എൽ വെജം എന്ന ശാസ്ത്രജ്ഞനാണ് വിറ്റാമിൻ B3 കണ്ടുപിടിച്ചത്. നമ്മുടെ ശരീരം സ്വയം തന്നെ വിറ്റാമിൻ B3 അഥവാ നിയാസിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഇത് രക്തോൽപ്പന്നമായ മൂത്രത്തിലും ഉണ്ടാകും. പലർക്കും മൂത്രം മരുന്നായി സേവിക്കുമ്പോൾ ഫാറ്റി ലിവർ രോഗം സുഖപ്പെടുന്നത് മറ്റ് ഘടകങ്ങളോടൊപ്പം വിറ്റാമിൻ B3യും മൂത്രത്തിൽ ഉള്ളതുകൊണ്ടാകണം. ട്രിപ്റ്റോഫാൻ എന്ന അമിനോ ആസിഡിനെ കരൾ നിയാസിൻ ആയി മാറ്റുകയാണ്. ഇതിനു പുറമെ ഭക്ഷണത്തിലൂടെയും നിയാസിൻ ലഭിക്കും. പ്രോട്ടീൻ അടങ്ങിയ സമീകൃത ആഹാരത്തിൽ നിന്ന് ഈ വിറ്റാമിൻ നമുക്ക് ലഭിക്കും. തവിടുകളയാത്ത ധാന്യങ്ങൾ, നിലക്കടല, സൺഫ്ലവർ വിത്തുകൾ, കൂണുകൾ, പയർവർഗ്ഗങ്ങൾ എന്നിവയിൽ വിറ്റാമിൻ B3 അടങ്ങിയിട്ടുണ്ട്. ഇത്തരം പദാർത്ഥങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും യൂറിൻ കുടിക്കുകയും ചെയ്യുമ്പോൾ ഫാറ്റി ലിവർ പ്രശ്നം പരിഹരിക്കപ്പെടുന്നതിന് കാരണം നിയാസിൻ്റെ സാന്നിധ്യമായിരിക്കാം. ഏതായാലും നിയാസിന് ഫാറ്റി ലിവറിനുള്ള അടിസ്ഥാന കാരണത്തെ പരിഹരിക്കാൻ കഴിയുന്നു എന്ന ശാസ്ത്രജ്ഞാനം നമുക്ക് വളരെ ഉപകാരപ്രദമാണ്. മൂത്രത്തിലൂടെ പുറത്തു പോകുന്ന നിയാസിൻ തിരിച്ചെത്തുമ്പോൾ അത് കരളിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിന് കാരണമായി തീരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നന്ദി.